ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരം. അതിനിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങൾക്ക്, പല നിമിഷങ്ങൾക്ക്, പല ശുശ്രൂഷകൾക്ക് വേദിയായിട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൻ്റെ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഈ പരിസര പ്രദേശങ്ങളുടെ വിശേഷങ്ങളുമായി, പ്രത്യേകതകളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഫ്രംസച്ചനാണ്. അച്ഛാ, ഞാൻ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിലെ ഒരു പരിസര പ്രദേശം എന്ന് പറയുന്നത് ക്രൈസ്തവ രക്തസാക്ഷികളുടെ ഒരു ചുടുനിണം വീണ് കുതിർന്ന മണ്ണാണ്. ഇന്ന് കത്തോലിക്ക സഭയുടെ ഭരണസിരാ കേന്ദ്രം ആസ്ഥാനമായിട്ട് ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നു. എന്തെല്ലാം ചരിത്ര പ്രത്യേകതകളാണ് ഈ ഒരു സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലും ഒപ്പം തന്നെ ഈ ബസിലിക്കയ്ക്കൊക്കെ ഉള്ളത്? ജോർജി പറഞ്ഞത് വളരെ ശരിയാണ്. വിശുദ്ധ പത്രോസ്ലിഹായുടെ രക്തസാക്ഷിത്വം നടന്ന ഇടത്ത് നിർമ്മിക്കപ്പെട്ട സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിലാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഉള്ളത്. നമ്മൾ കണ്ടതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതുപോലെ എല്ലാ മാർപ്പാപ്പമാരുടെയും കബറടക്ക ശുശ്രൂഷകൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന അൾത്താരയിലാണ് നടക്കുക. അതുപോലെ തന്നെ വിശുദ്ധരുടെ നാമകരണ നടപടികൾ. ഇനിയിപ്പോൾ നമുക്ക് പുതിയ മാർപ്പാപ്പയെ ലഭ്യമായതിനു ശേഷം മാർപ്പാപ്പമാർ പ്രത്യക്ഷപ്പെടുന്നത് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മുന്നിലെ ജനാലയ്ക്കലാണ്. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിലെ ആ ബലിപീഠത്തെ അൾത്താരയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ സ്ക്വയറിൽ നിൽക്കുന്ന എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പയുടെ കാലത്ത് കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്. ഇതിൻ്റെ നിർമ്മാതാവ് 1656 മുതൽ 1667 വരെ വർഷങ്ങളെടുത്ത് ഇത് ഡിസൈൻ ചെയ്ത പ്രശസ്തനായ ഇറ്റാലിയൻ ശില്പി ലോറൻസോ ബർണീനിയാണ്. ലോറൻസോ ബർണീനിയോട് മാർപ്പാപ്പ പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭാമാതാവിൻ്റെ പ്രതീകമായിരിക്കണം ഈ ബസിലിക്കയ്ക്ക് മുന്നിൽ നിർമ്മിക്കപ്പെടുന്ന സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരം എന്നാണ്. അത് വളരെ മനോഹരമായി അദ്ദേഹം അത് പൂർത്തിയാക്കിയതായിട്ട് നമുക്ക് കാണാം. സഭാമാതാവിൻ്റെ പ്രതീകമായിരുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കൈനീട്ടി ഇവിടേക്ക് വരുന്ന എല്ലാ തീർത്ഥാടകരെയും വിശ്വാസികളെയും സ്വീകരിക്കുന്ന രീതിയിലാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ ഏറ്റവും ഈ ചത്തുരത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ഗ്രീക്ക് തൂണുകളാണ്. ഗ്രീക്ക് ശില്പകലയുടെ മാതൃകയിൽ നിറഞ്ഞ കൊറിന്ത്യൻ തൂണുകളെന്നാണ് ഇത് പറയപ്പെടുന്നത്. 284 വലിയ തൂണുകളാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിനുള്ളത്. അത് 4 നിരകളിലായിട്ട് ആണ് ബർണിനി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഈ വാസ്തുശില്പകലയുടെ ബാറോക്ക് ആർക്കിടെക്ചർ വാസ്തുശില്പകലയുടെ ഏറ്റവും മനോഹാരിത വിളിച്ചോതുന്ന 2 ബിന്ദുക്കൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുണ്ട്. ആ 2 ബിന്ദുക്കളിൽ നിന്ന് നോക്കിയാൽ ഈ 254 കോളനുകളും സിംഗിൾ ഫയലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 71 തൂണുകൾ മാത്രമായിരിക്കും നമുക്ക് ആ 2 ബിന്ദുക്കളിൽ നിന്നാൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു ഒബിലിസ്ക്, ഒറ്റക്കൽ തൂണ് എന്ന് പറയാവുന്ന സ്തൂപം നമുക്ക് കാണാൻ സാധിക്കും. 13ാം നൂറ്റാണ്ട് BC-യിൽ റോമ ചക്രവർത്തിയായിരുന്ന കലിഗുള ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പഴയ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നടുമുറ്റത്തായിരുന്നു അതുണ്ടായിരുന്നത്. സഭയുടെ ഐക്യത്തിൻ്റെയും ലോകം മുഴുവനുള്ള വിശ്വാസത്തിൻ്റെ അധികാരത്തെയും സൂചിപ്പിക്കുന്നതിനായിട്ട് പിന്നീട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരവും പുതുക്കി പണിതപ്പോഴും അത് ഇപ്പോഴും അവിടെ തന്നെ നിലകൊള്ളുകയാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അത് അവിടെ നിലകൊള്ളുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ മനോഹരമായ 2 ഫൗണ്ടൻസ് ആണ്. അത് ഒന്ന് നിർമ്മിച്ചത് കാർലോ മദേർണയും രണ്ടാമത്തേത് ബർണീനി സ്വയവുമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൻ്റെ മനോഹാരിത വ്യക്തമാക്കുന്ന 2 മനോഹരങ്ങളായ ഫൗണ്ടനുകളാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഈ സൂര്യ കലണ്ടർ സൂചിപ്പിക്കുന്ന അതിൻ്റെ നിഴലുകൾ അടിക്കുന്ന വിവിധ ബിന്ദുക്കൾ ഇവിടെ ഒബിലിസ്കിൽ നിന്നും ആ ബിന്ദുക്കളിലേക്കുള്ള ലൈൻ, മാർബിൾ ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ ആ ഒരു സ്പോട്ട്, അതൊരു മാർബിൾ ഫലകത്തിൽ അത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എൻട്രൻസിൽ അത് അവിടെ തറയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലോറൻസോ ബർണീനിയുടെ ശില്പകലയുടെ മനോഹാരിത വ്യക്തമാക്കി തരുന്ന ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ സ്തൂപങ്ങളുടെ കൊറിന്ത്യൻ തൂണുകൾക്ക് മുകളിൽ നമുക്ക് 140 വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്
ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്ന വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും സ്തൂപങ്ങൾ, സ്റ്റാച്യൂസാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിൽ ഈശോയുടെയും 12 ശ്ലീഹന്മാരുടെയും പ്രതിമകൾ എന്നതുപോലെ തന്നെയാണ് വിശുദ്ധരെയും ഇവിടെ വരുന്ന എല്ലാ പിൽഗ്രിംസിനെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ വിശ്വാസികളെ, എല്ലാ തീർത്ഥാടകരെയും ഉൾക്കൊള്ളുന്ന, ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സഭാമാതാവിൻ്റെ പ്രതീകമാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരം എന്ന് നമുക്ക് പറയാം. ഇനി ഒരിക്കൽ കൂടി ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരം നിറഞ്ഞു കവിയും. അത് സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ ലോകം മുഴുവനുമുള്ള 140 കോടിയോളം വരുന്ന വിശ്വാസി സമൂഹത്തിന് വേണ്ടി എതിരേൽക്കുന്ന അവരുടെ പ്രതിനിധികളെ കൊണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം.